ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യാം? ആരും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. മൊത്തത്തിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇപ്പം കുറച്ച് കേട്ടോ ചോദിച്ചപ്പോ ഇപ്പൊ ആദ്യം സാറേ പേപ്പർ 3 ഞാൻ ഇനി എഴുതണോ അങ്ങനെ ചോദിച്ച കുറെ പേരുണ്ടല്ലേ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, ടഫായിരുന്നു, കുറച്ച് പാടായിരുന്നു, ഇങ്ങനത്തെ ആൻസേഴ്സ് ആണ്. കുറച്ച് പേര് എന്താണ് മൈനോറിറ്റി, കുറച്ച് പേര് ഈസി ആയിരുന്നു എന്നും പറഞ്ഞായിരുന്നു. ഓക്കെ, മോർ ഓവർ ഈ ഒരു ആൻസർ ആയിരുന്നു വന്നിരുന്നത്. കുഴപ്പമില്ലായിരുന്നു, ടഫായിരുന്നു, കുറച്ച് പാടായിരുന്നു. ഇറ്റ് മീൻസ് എന്താണ് ആവറേജ് ആയിരുന്നു. എന്താ ആവറേജ് പേപ്പർ ആയിരുന്നു പേപ്പർ 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മിക്ക പേരും ചിന്ത, അയ്യോ ഞാൻ ഇനി പേപ്പർ 3 എഴുതിയിട്ട് കാര്യമുണ്ടോ? മക്കളെ, നിങ്ങൾ പേപ്പർ 3 എഴുതാം. ഓക്കെ, നിങ്ങൾ എന്തായാലും എന്താണ് പേപ്പർ 1 എഴുതി. ഓക്കെ, പേപ്പർ 1 കഴിഞ്ഞ് വന്നപ്പോ ഞാൻ എന്താണ് എക്സാം സെന്ററിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നപ്പോ പേപ്പർ 1 കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥികളുടെ കാണുന്നത് തന്നെ മനസ്സിലായ പേപ്പർ ഈസി ആയിരുന്നു എനിക്ക് മനസ്സിലായി. ഓക്കെ, പേപ്പർ 2 ഇന്നത്തെ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മിക്ക ആളുകളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ടഫ് ആയിരിക്കും. അങ്ങനത്തെ ചില ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ രണ്ടുമൂന്ന് പേരോടൊക്കെ ചോദിച്ചു, അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരും പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളോടൊക്കെ ചോദിച്ചു. അപ്പൊ എന്താണ് മിക്ക പേരും തന്നെ പറഞ്ഞ ലോയുടെ പേപ്പർ എന്താണ് കുറച്ച് ഒരു കൽപ്പിയ പേപ്പർ 1 വെച്ച് നോക്കുമ്പോ എന്താണ് കുറച്ച് പാടായിരുന്നു, ഒരു ആവറേജ് പേപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഞാൻ പേപ്പർ 3ലേക്ക് പോകണോ? പേപ്പർ 3ലേക്ക് നിങ്ങൾ പൊക്കം വെക്കാൻ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ അത് ഓർത്തിരിക്കണ്ട. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇനി എന്ത് ചെയ്യില്ല, ഇനി ഇതിന്റെ മുകളിലോട്ടുള്ള കാര്യം ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ എന്താണ് കുറച്ച് അൺഎക്സ്പെക്ടഡ് ആയ ഏരിയാസിൽ നിന്ന് എന്താണ് ചോദ്യം വന്നതാണ് പരിചയമുള്ള ഫാക്കൽറ്റിമാരെ ലോഡ് പേര് പറഞ്ഞത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ അകത്ത് നമുക്ക് എന്താണ് ഈസി ആയിട്ടുള്ള സാധാരണ ക്വസ്റ്റ്യൻ നമ്പർ 1 ടഫ് ഏരിയ ആണെന്ന് വരാറില്ല ആണല്ലോ. റിപ്പീറ്റേഴ്സിനൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 1 മിക്ക സമയത്തും ടഫ് ആയിരുന്നു. കാരണം ആദ്യമേ തന്നെ മനസ്സങ്ങ് ഇടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ബാക്കിയുള്ളവங்க പൊക്കോളൂലോ എന്നൊക്കെ ഓർത്ത്. അതുകൊണ്ട് പക്ഷേ ഈ തവണ എന്തായിരുന്നു, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തായിരുന്നു ഈസി ആയിരുന്നു. നമുക്ക് വന്ന് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ് വന്നായിരുന്നു, ഹോർഡിംഗ് സബ്സിഡറി ഗവൺമെന്റ് കമ്പനിയെ കുറിച്ച് വന്നു, ഇമ്പയർഡ് വാറന്റീസിനെ കുറിച്ച് വന്നു. നമുക്ക് അതുപോലെ തന്നെ ഇതാണ് ലോയ്ക്കകത്ത് എന്താണ് ഒത്തിരി അൺഎക്സ്പെക്ടഡ് ഏരിയാസിൽ നിന്നൊക്കെ ചോദ്യം ചോദിച്ചു അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് മറ്റേ പ്രോസിക്യൂഷൻസ്, അതുപോലെ തന്നെ LLP തന്നെ ഒരു ഡിഫറെന്റ് ചോദ്യമാണ് എന്താണ് ചോദിച്ചല്ലേ. LLP ചോദിച്ച ചോദ്യം എന്തായിരുന്നു, explain the provision relating to the registration of change in the partners under the LLP Act 2008. ഡിഫറെന്റ് അൺഎക്സ്പെക്ടഡ് ഏരിയാസ് എന്നുള്ള ചോദ്യമായിരുന്നു. അതാണ് ലാസ്റ്റ് പോർഷനും കുറച്ച് എന്താണ് ട്രിക്കി ആയിരുന്നു അല്ലെ. മൊത്തത്തിൽ എന്തായിരുന്നു ഒരു അൺഎക്സ്പെക്ടഡ് ഏരിയാസ് നിന്ന് എടുത്തെന്ന് പറയാം. അതുതന്നെ കുറെ പേര് എന്നോട് പറഞ്ഞാണ് എന്താ സാറേ ടൈം കിട്ടിയില്ല എന്ന് കുറെ പേര് പറഞ്ഞു. ഓക്കെ, കുറെ പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോട്ട് അനുസരിച്ചും കുറെ പേര് എന്താണ് 4:45 ലോ എഴുതി നിർത്തിയിട്ട് ബാക്കി എഴുതാൻ തുടങ്ങി. ചില ആൾക്കാർ എന്ത് ചെയ്തു, ലോ 3:45 കഴിഞ്ഞിട്ടും എഴുതിപ്പോയി. 4:15 വരെയൊക്കെ ലോ എഴുതിയവരുണ്ട്, 4:15 വരെ എഴുതിയവരൊക്കെ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ അരമണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് എടുത്തു. എന്താണ് ഇംഗ്ലീഷ്. പക്ഷെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ. നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം നിങ്ങളുടെ എന്താണ് ഔട്ട് ഓഫ് കൺട്രോൾ ആയി അല്ലെ. പേപ്പർ 1ഉം പേപ്പർ 2 എന്തായി, നിങ്ങളുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തായിരുന്നു മക്കളെ, തിയറി പേപ്പർ ആയിരുന്നു. ഓക്കെ, നിങ്ങൾ എന്തായാലും പാസ്സാവും ഇതിന്. ഓക്കെ, നിങ്ങൾ പാസ്സാകാൻ കാരണം ഇത്ര എഫർട്ട് എടുത്ത് നിങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇനി പേപ്പർ 1 പേപ്പർ 2 ടെൻഷനേ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യാം മക്കളെ, നിങ്ങൾ ഫോക്കസ് ഓൺ പേപ്പർ 3. എന്താണ് ഫോക്കസ് ഓൺ പേപ്പർ 3. ഈ പേപ്പർ 3ക്ക് മാത്രം ഫോക്കസ് ചെയ്യാം മക്കളെ. ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി നന്നായി പഠിച്ചു തീർക്കുക. ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണി ഒക്കെ പഠിച്ചു തീർക്കുക. അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ ലോജിക്കൽ ലിസണിങ് പഠിച്ചു തീർക്കുക. ലോജിക്കൽ ലിസണിങ് പഠിച്ചു തീർക്കുക വെച്ചാൽ 20 മാർക്ക് എന്ത് ചെയ്യുക, ഷുവർ ഷോർട്ട് ആക്കി ഇന്ന് പഠിച്ചു തീർക്കുക. ഇന്ന് നിങ്ങൾ 1 മണി വരെയോ 2 മണി വരെയോ സമയം എടുത്തിരുന്നോ. ഓക്കെ, അത്ര സമയം ഇരിക്കാൻ പറ്റുമോ, എത്ര സമയം ഇരുന്നോ. ഓക്കെ, എന്നിട്ട് നാളെ നിങ്ങൾ എത്ര മണി വരെ ഇരിക്കണം, നാളെ നിങ്ങൾ 10 മണി മാക്സിമം, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇരിക്കണ്ട. ഓക്കെ, 10 മണി കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാൻ ഇരിക്കണ്ട. നാളത്തെ കാര്യമാണ്, ഇന്നത്തെ അല്ല, നാളത്തെ കാര്യമാണ്. നാളെ 10 മണി കഴിഞ്ഞ ശേഷം ഇരിക്കണ്ട.
നിങ്ങൾ രാവിലെ എന്ത് ചെയ്യുക, ഒരു 5 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ ആയിട്ട് കുഴപ്പമില്ല. ഓക്കെ, മാക്സിമം നോക്കാം 4 മണിക്കൊക്കെ കേൾക്കുന്നവർ ഒരു 9 മണിക്കൊക്കെ കിടക്കാൻ നോക്കും കേട്ടോ. അങ്ങനെ ടൈം സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് 4 മണി 5 മണിയാകുമ്പോൾ പിറ്റേ ദിവസം കഴിച്ചോ, പരീക്ഷയുടെ അന്ന് കഴിച്ചോ. ഓക്കെ, ഇനി ഉറക്കപ്പിച്ച് വരാൻ പാടില്ല. അതുപോലെ തന്നെ മക്കളെ ഈ ഒരു 1.5 ദിവസം എന്ത് ചെയ്യാ, 2 ദിവസം ഉണ്ട് അല്ലേ, പോട്ടെ 1.5 ദിവസം 1.5 ദിവസം നിങ്ങൾ എന്ത് ചെയ്യാ, വെജ് ആക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും, നിങ്ങൾക്ക് ബ്രെയിനൊക്കെ കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ, ഞാനിത് എന്റെ ഒപ്പീനിയൻ ആണ്, എന്റെ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ മക്കളെ. അയ്യോ ഞാൻ വെജ് കഴിക്കാൻ പറഞ്ഞു, അയ്യോ ഞാൻ വെജ്, എനിക്ക് നോൺ വെജ് ഇല്ലാതെ നോൺ വെജ് ഇഷ്ടമെങ്കിൽ നോൺ വെജ് കഴിച്ചോ. ഓക്കെ, കുഴപ്പമില്ല. വെജ് കഴിക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഇച്ചിരി നല്ലതാണ്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് കഴിക്കാം, ഫ്രൂട്ട്സ് നന്നായി കഴിക്കാം. ചോറ് കഴിക്കുന്നത് കുറയ്ക്കുക, റൈസ് കഴിക്കുന്നത് എന്ത് ചെയ്യുക, കുറയ്ക്കുക. അത് കുറയ്ക്കുക, റൈസ് കഴിക്കാൻ കുറയ്ക്കാൻ, ഉറക്കം കൂട്ടാൻ സാധ്യത കൂടുതലാണ്. രാത്രി അതുപോലെ ഇന്നത്തെ ദിവസം രാത്രി ഒത്തിരി ഹെവി ഫുഡ് ഒന്നും കഴിക്കേണ്ട. ഇന്നത്തെ ദിവസം അല്ല, നാളത്തെ ദിവസം ഹെവി ഫുഡ് കഴിക്കണം, ലൈറ്റ് ഫുഡ് കഴിക്കുക. ആദ്യത്തെ ദിവസം നിങ്ങൾ രാവിലെ ആണെങ്കിൽ ഹെവി ഫുഡ് കഴിച്ചോ, കുഴപ്പമില്ല, കാരണം അത് കഴിഞ്ഞിട്ട് നമ്മള് നടക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യല്ലേ. ഓക്കെ, അതുപോലെ തന്നെ പേപ്പർ 3യുടെ കാര്യത്തില് നമ്മുടെ പേപ്പറാണല്ലോ പേപ്പർ 3 എന്ന് പറയുന്നത്. ലോജിക് റീസണിങ് മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കണം. ലോജിക് റീസണിങ് 20 മാർക്കാണ്, 20 മാർക്ക് നമുക്ക് വേണം. ഓക്കെ, 20 മാർക്ക് നമ്മൾ എങ്ങനെയും മേടിക്കണം. ഓക്കെ, നമ്മുടെ ചാനലിൽ ലോജിക് റീസണിങ്ങിന്റെ ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു, ഇട്ടേക്കാൻ നോക്കുക. ബാക്കി ഇനി നമുക്കൊരു റിവിഷൻ ബാച്ച് നടത്താൻ ടൈമില്ല നമുക്ക്, നാളെ എനിക്ക് വേറെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. സോ എന്താണ്, നാളെ ടൈം കിട്ടൂല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ലോജിക് റീസണിങ് മക്കൾ ഇന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും, ഇന്ന് തന്നെ പഠിച്ചു കൊടുത്തോ. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താണ് കാണുന്ന ടൈമിൽ മെസ്സേജ് അയക്കും. കാരണം ഞാൻ എപ്പോഴും കൊണ്ടുപോകുന്ന ഫോണല്ല ഈ 8921240354 എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവില്ല, നെറ്റ് ഓൺ ആയിരിക്കും, ബട്ട് എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ഫോണല്ല. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പർപ്പസ് ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ മാത്രം നോക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ട് ഓക്കെ ഇങ്ങനെ ഇതിൽ നമ്മുടെ ബാച്ചിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാനല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ഞാൻ കാണുന്ന ടൈമിൽ എന്ത് ചെയ്യാം, റിപ്ലൈ അയച്ചു തരാം കേട്ടോ. മാത്സിന്റെ കാര്യത്തിൽ, പേപ്പർ 3യുടെ കാര്യത്തില്. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാറ്റ് സ്കിപ്പ് ചെയ്യേണ്ട മക്കളെ, പഠിച്ചോ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പഠിച്ചു വെക്കുക. ഇന്നത്തെ ദിവസം വേണേൽ നിങ്ങൾക്ക് ഒരു പുതിയ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ പഠിച്ചോ. ന്യൂ ചാപ്റ്റർ പഠിക്കണം, ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ചാപ്റ്റർ പഠിക്കണം, നിങ്ങൾ ഇന്നത്തെ ദിവസം ഇരുന്ന് പഠിച്ചോ. നാളത്തെ ദിവസമൊക്കെ, നാളത്തെ കഴിഞ്ഞൊക്കെ, നാളത്തെ കഴിഞ്ഞ് എന്നാലും പുതിയ ചാപ്റ്റർ എടുക്കല്ല, നാളെയും കൂടെ രാവിലെ ഒരു 10 മണി വരെ 10 മണി വരെ ആണെങ്കിൽ പുതിയ ചാപ്റ്റർ കൊണ്ടിരുന്നോ. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്ററിന് എന്ത് ചെയ്യുക, പക്ക റിവിഷൻ നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ബാച്ചിലുള്ളവർക്ക് അറിയാം റിവിഷൻ നോട്ട് അതിന്റെ ഇമ്പോർട്ടൻസ്. റിവിഷൻ നോട്ട് എടുക്കുക, റിവിഷൻ നോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 2 മണിക്കൂർ കൊണ്ട് ഫുൾ എന്താ പേപ്പർ 3 നിങ്ങളുടെ തീരും. പേപ്പർ 3യുടെ റിവിഷൻ നോട്ട്ബുക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് തീരും. പിന്നെ ആ ബുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സ്കാനർ എന്ത് ചെയ്യുക, സ്കാനർ അല്ലെങ്കിൽ കാക്കർ ഉണ്ടാവും, അതെടുക്കുക. ഇതൊന്നുമില്ല, നെറ്റിൽ കിടപ്പുണ്ട്, ഇന്റർനെറ്റിൽ കുറെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നെറ്റിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടും. ഓക്കെ, അതൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക, സൈറ്റിൽ കൂടെ ഉള്ള അതിന് ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക. RTP MTP ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, മാക്സിമം ചെയ്ത് നോക്കുക. MTP നിങ്ങൾ ഒന്നും ചെയ്താൽ ചെയ്യാൻ നിൽക്കണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ അതിൽ നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങളുണ്ടല്ലോ, അത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഈസി ചോദ്യങ്ങൾ കാണുമ്പോൾ ഇപ്പൊ ചെയ്യാനില്ല, ടഫ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക. ടൈം വാല്യൂ ഓഫ് മണി മക്കളെ എന്തായാലും സ്കിപ്പ് ചെയ്യല്ല. പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇക്വേഷൻ ഈസിയാണ്, കാറ്റാറ്റ് ഇക്വേഷനിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാവും. സോ എന്ത് ചെയ്യാലോ, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാറ്റാറ്റ് ഇക്വേഷൻ നിങ്ങൾ ഓർമ്മ വെച്ചിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാറ്റിക്കകത്ത് ഫസ്റ്റ് 2 ചാപ്റ്റർ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. റേഷ്യോ, പ്രൊപ്പോർഷൻ ഒക്കെ ഈസി അല്ലേ മക്കളെ. അതിന്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, അതെടുത്ത് കണ്ടു നോക്കുക. ജസ്റ്റ് റിവിഷൻ പോലെ ചെയ്യാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ടൈം കളയാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലോജിക് റീസണിങ് പക്കയായിട്ട് നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല ആവറേജ് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അത്യാവശ്യം നല്ല ആവറേജ് നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇന്ത്യയുടെ ഡെറിവേറ്റീവ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വിട്ടാലും കുഴപ്പമില്ലാത്ത പാഠങ്ങളാണ്. സീക്വൻസ് ആൻഡ് സീരീസ് ഇവിടെ എന്താ മക്കളെ പഠിച്ചോ. ഓക്കെ, കാരണം നമുക്ക് 6 മാർക്ക് വരെ എന്താണ് 3 to 4 മാർക്ക് വരെ കിട്ടുന്ന ഏരിയ ആണ്. സോ അത് കളയേണ്ട ആവശ്യമില്ല. നമ്മള് ടൈം വാല്യൂ ഓഫ് മണി 8 തൊട്ട് 14 മാർക്ക് തന്നെയാണ്. സോ അതും വിട്ടുകളയല്ല, പഠിക്കണം. ടൈം വാല്യൂ ഓഫ് മണി ഒന്നും ആയിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ടൈം വാല്യൂ ഓഫ് മണി എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ ലോജിക് ഇത് രണ്ടും എന്റെ ബെനിഫിറ്റ് അനുസരിച്ച് രണ്ടും ഏകദേശം എന്താണ് 15 മാർക്ക് വെച്ചുള്ളതാണ് വിചാരിക്കുക. ടൈം വാല്യൂ ഓഫ് മണി 8 to 14 എന്നാലും എന്ത് ചെയ്യാം, റൗണ്ട് 15 ആക്കി വെച്ചോ, കുഴപ്പമില്ല. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ഏരിയ ടൈം വാല്യൂ ഓഫ് മണി. ലോജിക് റീസണിങ് എന്ന് പറയുന്നത് 4 ചാപ്റ്റർ എന്ന് പറയുന്നത് ഈസിയാണ്, പെട്ടെന്ന് ഇക്വേഷൻസ് അതിന്റെ
തിയറി പാർട്ട് പെട്ടെന്ന് തീരും. അത് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, ടെസ്റ്റിൽ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യണം. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാര്യത്തില് സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ 3 സെഷൻ 3 വരുമ്പോ എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ നിങ്ങളുടെ എക്സസൈസ് എ ആൻഡ് ബി ഷോർട്ട് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. ഒരു തവണ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് മാക്സിമം ചെയ്ത് തീർക്കുക. കാരണം ഉറപ്പായി. പിന്നെ മക്കളെ നിങ്ങൾക്ക് ചില ഡൗട്ട് വരും. MCQ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെ? ഫസ്റ്റ് ഫ്രഷേഴ്സിനോടാണ് ഇത്. എന്താണ് നമ്മൾ MTP-ലൊക്കെ കണ്ടേക്കണേ എന്താണ് ആദ്യത്തെ സെഷൻ മാത്സ് വരും, പിന്നെ ലോജിക് വരും, പിന്നെ സ്റ്റാറ്റ് വരും, അങ്ങനെയായിരിക്കും. ബട്ട് എക്സാമിന് അങ്ങനെ അല്ല കേട്ടോ മക്കളെ. എങ്ങനെയാണ്? മിക്സഡ് ആയിരിക്കും ചോദ്യം. ആദ്യത്തെ ചോദ്യം ചിലപ്പോൾ എന്തായിരിക്കും? ആദ്യത്തെ ചോദ്യം മാത്സ് ആയിരിക്കും, രണ്ടാമത്തെ ചോദ്യം ലോജിക്കിൽ നിന്നായിരിക്കും, മൂന്നാമത്തെ ചോദ്യം സ്റ്റാറ്റിനായിരിക്കും, ചിലപ്പോൾ നാലാമത്തെ ചോദ്യം സ്റ്റാറ്റിനായിരിക്കും, അഞ്ചാമത്തെ ചോദ്യം സ്റ്റാറ്റിനായിരിക്കും, ആറാമത്തെ ചോദ്യം എന്തായിരിക്കും? ലോജിക്കിനായിരിക്കും, ഏഴാമത്തെ ചോദ്യം മാത്സിനായിരിക്കും. ഇങ്ങനെ മിക്സഡ് ആയിട്ടായിരിക്കും കിടക്കണേ. ഓക്കെ, അതുപോലെ തന്നെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയില്ല എന്താണ് 1 മിനിറ്റ് പോകണം, 2 മിനിറ്റ് പോകണം, 3 മിനിറ്റ് പോകണം, 4 മിനിറ്റ് പോകണം. മക്കളെ ഇത്ര സമയം കളയല്ല. നിങ്ങൾക്ക് ആലോചിക്കുക, 1 മിനിറ്റ് ഉത്തരം കിട്ടുന്നുണ്ടോ? 1 മിനിറ്റ് to 1.5 മിനിറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. സ്കിപ്പ് ചെയ്യുക. എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക. അടുത്ത ചോദ്യം പോവാം. ഇങ്ങനെ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക ആദ്യത്തെ ഒരു റൗണ്ടിൽ എഴുതുക. നമ്മൾ 3 സെറ്റാണ് നോക്കാം. 3 സെറ്റായിട്ടാണ് പരീക്ഷ എഴുതേണ്ടത് കേട്ടോ. പേപ്പർ 3 എഴുതുന്ന കാര്യമാണ്. 3 സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷ എഴുതണം. എങ്ങനെ? ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് നന്നായി അറിയാവുന്ന കാര്യങ്ങൾ എഴുതി പോവാം. അറിയില്ലാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പോവാ. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പോവാ. കൗണ്ട് ചെയ്ത് അതിന്റെ കറക്റ്റ് എഴുതി പോവാം. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി പോവാ. ഇതിൽ തന്നെ നിങ്ങൾ മോസ്റ്റ് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ ഒരു 50-55 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പഴത്തേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ ആണല്ലോ. കുറച്ച് അറിയാവുന്ന ഏരിയയിലോട്ടും പോവാ. നിങ്ങൾ എഴുതി നോക്കാം. അടുത്ത സെറ്റ് അറിയില്ലാത്ത ഏരിയ ഉണ്ടല്ലോ, അറിയില്ല, നിങ്ങൾ മാക്സിമം വിട്ട ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് പോവേ നോക്കണ്ട. കാരണം നിങ്ങൾ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവുന്ന ഒരാൾക്കും വാക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളുടെ ലക്ഷ്യം പാസ് ആവുന്നത് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോകണ്ട. സോ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ 1.2 മിനിറ്റ് വെച്ചേ കിട്ടുള്ളൂ. കറക്റ്റ് ടൈം ആയിരിക്കണം. ഓക്കെ, അത് വെച്ച് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു 80 ചോദ്യം അല്ലെങ്കിൽ 60 to 80 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ജയിക്കാനുള്ള മാർക്ക് അതിന് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഉറപ്പായിട്ട് അതിന് കിട്ടും. നമ്മൾ ചെയ്യുന്ന ഉത്തരം പക്കാ ഫോക്കസ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് ഡൗട്ട് വന്ന് വായിച്ചിട്ട് തിരുത്തി എഴുതാനൊക്കെ നിൽക്കണ്ട. കാരണം നിങ്ങൾക്ക് ഭയങ്കര ടഫ് ആയിരിക്കും. അതുപോലെ തന്നെ കറുപ്പിക്കുമ്പോൾ കറക്റ്റ് ആ റൗണ്ട് എന്ത് ചെയ്യുക? പക്ക ആയിട്ട് കറുപ്പിക്കുക കേട്ടോ. ഇങ്ങനെ കറക്റ്റ് കളിപ്പിക്കുക. ഇതാണ് എന്താ ശരി മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം 4 കോളം കൊണ്ട് ഇങ്ങനെ ടിക്കറ്റ് വെക്കാൻ നോക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം ഇങ്ങനെ എഴുതി വെക്കുക, അത് പാടില്ല. ഇനി അത് തന്നെ ഈ കറുപ്പീര് തന്നെ എന്ത് ചെയ്യുക? 2 ഉത്തരം കറുപ്പിച്ച് വെക്കുക. ഇതും ചെയ്യാൻ എന്തില്ല പാടില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കറക്റ്റ് ഉത്തരം ഏതാണ് ആ ഉത്തരം മാത്രം എന്ത് ചെയ്യുക? കറുപ്പിക്കുക. ഓക്കെ, അതാണ് കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ. എന്താ വെള്ളം കൊണ്ടുപോകുന്ന കാര്യങ്ങള്. കാൽക്കുലേറ്റർ 2 എടുത്തോ. 2 കാൽക്കുലേറ്റർ എടുത്തോ. 2 കാൽക്കുലേറ്റർ ഇല്ലാത്തവരയ്യോ 2 കാൽക്കുലേറ്റർ ഇല്ല കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ? അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങളുടെ കാൽക്കുലേറ്റർ നിങ്ങളെ ചതിക്കാതിരിക്കും. ഓക്കെ, ചതിക്കില്ല. കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്, നമ്മളെ ചതിക്കില്ല. പുതിയതായിട്ട് ഒരു കാൽക്കുലേറ്റർ മേടിച്ച് 4 കൊണ്ട് പരീക്ഷ എഴുതിയാലാണ് നിങ്ങൾക്ക് കുറച്ച് ടഫ് തന്നെ. ഇത്ര നാൾ യൂസ് ചെയ്ത കാൽക്കുലേറ്റർ ആണ്, അത് കുഴപ്പമില്ല. ഓക്കെ, മാക്സിമം 2 എടുക്കാൻ പറ്റുന്നത് 2 എടുക്കുക. ഇനി അതല്ലെങ്കിൽ ഒരെണ്ണെങ്കിലും മസ്റ്റായിട്ട് കയ്യിലുണ്ടായിരിക്കണം. ഞാൻ മനസ്സിൽ കൂട്ടിയാൽ ഭയങ്കര മൈൻഡ് കണക്ക് കൂട്ടുന്ന ആളാണെന്നും വിചാരിക്കേണ്ട. അയ്യോ, ഞാൻ കണക്ക് കൂട്ടുന്ന ഞാൻ CBSE +1 പഠിച്ചിട്ടാണ്, ഞാൻ വന്ന് കാൽക്കുലേറ്റർ അടിക്കുന്ന മോശമല്ലേ എന്നൊക്കെ ഡൗട്ട് അടിച്ചു. അങ്ങനെ നിങ്ങൾ ഫൗണ്ടേഷൻ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കയറ്റാം. ഓക്കെ, കാൽക്കുലേറ്റർ കയറ്റാം. CA തന്നെ പറയുന്നത്, പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? സോ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ കൊണ്ടുപോവാം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് പേപ്പർ 4ന്റെ അകത്ത് പറയാനുള്ളത്. മക്കളെ ഇനി നിങ്ങൾ പേപ്പർ 1 പേപ്പർ 2 നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരൻസിന്റെ കയ്യിൽ കൊടുക്കുക. ഓക്കെ, അമ്മ, അച്ഛ, അല്ലെങ്കിൽ ചേട്ടാ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ ആരാണോ വീട്ടിൽ മുതിർന്നത്, അല്ലെങ്കിൽ ആരാണോ പേപ്പർ സൂക്ഷിക്കുന്നത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാം, എന്റെ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പേപ്പർ 1 പേപ്പർ 2 തന്നതാണ്. അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, പേപ്പർ 4ന്റെ എക്സാം തീരണമെന്ന് നിങ്ങളെങ്കിൽ പേപ്പർ 2 പേപ്പർ നമുക്ക് കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ മക്കളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇമ്പോർട്ടന്റ് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രണ്ടിലും ഒരു റഫ് ഏരിയ ഉണ്ടാവും, ബാക്കിലും ഒരു റഫ് ഏരിയ ഉണ്ടാവും. അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻസ് എഴുതാൻ നോക്കുക. നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്താൽ നോക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇടയ്ക്ക് എഴുതി വെച്ചുള്ള കുഴപ്പം അറിയാം. നിങ്ങൾ പിന്നെ മായ്ക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ലൈറ്റ് പെൻസിലാണല്ലോ യൂസ് ചെയ്യണേ,
അവിടെ യൂസ് ചെയ്യാൻ ലൈറ്റ് ആയിട്ട് എഴുതുക, ഒത്തിരി ഹാർഡ് ആയിട്ട് എഴുതില്ല. ഓരോ ക്വസ്റ്റിന്റെ ഇവിടെ ആണെങ്കിൽ ആ ക്വസ്റ്റിൻ എഴുതി പോകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈറ്റ് ആയിട്ട് എഴുതി നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ലാസ്റ്റ് മായ്ക്കാൻ ഓർക്കണം. ഓക്കെ, അതിന് നല്ല നിങ്ങൾക്ക് ഫ്രണ്ട് ബാക്ക് മാത്രം എടുത്താൽ നിങ്ങൾക്ക് എന്നിട്ട് എന്താ പെൻസിൽ കൊണ്ട് എഴുതുക, എന്നിട്ട് മായ്ക്കുക, മായ്ച്ചിട്ട് എഴുതുക. ഒരു പേപ്പർ ഫുൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ മായ്ക്കാൻ നിന്നാൽ പോരെ. അപ്പം എന്ത് ചെയ്യാ, നിങ്ങൾ മായ്ച്ച് എഴുതാൻ നോക്കുക കേട്ടോ. ആ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരി ഉടാപാട് എഴുതാതിരിക്കുന്നത് നല്ലത്. എന്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എന്തിന്റെ ഈ ശ്രദ്ധിക്കേണ്ടത്. സാറേ പേപ്പർ 4 പേപ്പർ 3 എഴുതണോ? കാരണം നിങ്ങൾ ഇനി ചോദിക്കല് പേപ്പർ 3 നിർബന്ധമായിട്ട് എഴുതണം. നിങ്ങൾ ഒന്നില്ലെങ്കിലും പേപ്പർ 1 ഉം 2 എഴുതിയാണ്. നിങ്ങൾ 6 മാസം കഷ്ടപ്പെട്ട, നിങ്ങളിപ്പോ 4 ദിവസം കൂടി കഷ്ടപ്പെട്ട എന്താണ്, നിങ്ങളുടെ ഈ 6 മാസത്തിനുള്ള റിസൾട്ട് കിട്ടും. നിങ്ങൾ ഈ 4 ദിവസത്തെ പേടിച്ച് നിങ്ങൾ വിട്ടുകളഞ്ഞാൽ നിങ്ങൾ ഇനി ഒരു 6 ദിവസം 6 മാസം കൊണ്ട് കാണും. സോ ഒരു വർഷം നിങ്ങളുടെ പോകും. ഓക്കെ, ഒരു വർഷം. ഇത് ഫ്രഷേഴ്സിന്റെ കാര്യം പറഞ്ഞത്, റെപ്യൂട്ടേഴ്സ് ആണെങ്കിൽ ആ വർഷം മാസം കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്ത് ചെയ്യാ, ഇനി വേറെ 4 ദിവസം അല്ലെ, 6-ാം തീയതി കൊണ്ട് പരീക്ഷ തീരും. ഇന്ന് 2-ാം തീയതിയാണ്. സോ 4 ദിവസം കൂടി ഉള്ളൂ. 6-ാം തീയതി 4 മണി തൊട്ട് ഫ്രീ ആണ് നമ്മള് അല്ലെ. അന്ന് തന്നെ പറ്റി 6-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോവാം, നേര് കാണാനോ സലാറ് കാണാനോ ഒക്കെ പോവാം. ഓക്കെ, ഒന്ന് എൻജോയ് ചെയ്തോ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഞാൻ ബാക്കി എക്സാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോട് കയറ്റി ഞാൻ ടൈം കളയുന്നില്ല കേട്ടോ മക്കളെ. ഇനി പേപ്പർ 2 കുറിച്ച് ചിന്തിക്കേണ്ട. പേപ്പർ 2 എങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഓക്കെ ആണ്. ഓക്കെ, നിങ്ങളുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി, നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പറെ കുറിച്ച് ചിന്തിച്ച് മൈൻഡ് പോകുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ തീർന്നു, നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യുക, യൂട്യൂബ് ഓഫ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ചാപ്റ്റർ ലോജിക് ഡിസൈനിങ് പഠിക്കുക. ഇനി അതല്ല, നിങ്ങൾ ലോജിക് ഡിസൈനിങ് പഠിക്കാൻ നെറ്റിന് സഹായം വേണമെങ്കിൽ ആ വീഡിയോസ് മാത്രം കാണുക. വേറെ മോട്ടിവേഷൻ വീഡിയോസോ റീൽസ് വീഡിയോസോ ഇൻസ്റ്റാഗ്രാംസോ ഈ 4 ദിവസത്തേക്ക് ഇതൊന്നും വേണ്ട. 4 ദിവസത്തേക്ക് ഇതെന്താ, ഒന്നും വേണ്ട. നിങ്ങൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ മൊബൈൽ എടുക്കാൻ നിൽക്കണ്ട. 30 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് കോൾ ഉണ്ടെങ്കിൽ, അത്യാവശ്യം കോൾസ് ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. മോട്ടിവേഷൻ വീഡിയോസ് വേണ്ട, വേറെ റീൽസ് വീഡിയോ വേണ്ട. പഠിത്ത സംബന്ധമായിട്ട് സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പോർഷൻസ് പഠിക്കാൻ വേണ്ടി മാത്രം. അതിൽ റിവിഷൻ വീഡിയോസ് ഉണ്ടെങ്കിൽ റിവിഷൻ വീഡിയോസ്, ഇക്വേഷൻ വീഡിയോസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ വീഡിയോസ് അതൊക്കെ കണ്ടോ. ഓക്കെ, അതിന് അടുത്ത് സ്കോർ ചെയ്യാൻ പോകണ്ട. നിങ്ങൾ വീഡിയോ എടുത്താൽ വീഡിയോ ഫുൾ സ്ക്രീനിട്ട് കാണുക. അല്ല താഴത്ത് മോളോട്ട് ഇങ്ങനെ നോക്കി നോക്കാനോ അതിന്റെ കമന്റ് വായിക്കാനോ ഒന്നും പോകേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്ക് ഈ 4 ദിവസത്തേക്കില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ 6-ാം തീയതി കഴിഞ്ഞാൽ കണ്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ മക്കളെ, പേപ്പർ 3 ആണ്. നമുക്ക് നല്ല മാർക്ക് മേടിക്കണം. പേപ്പർ 2 എത്ര ഒന്നും ടഫ് ആയിരിക്കണം. ആകെ ബുദ്ധിമുട്ട് തന്നെ ടൈമിന്റെ കാര്യത്തിലാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇത്ര നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താണ് നമ്മളെ ഇനിയുള്ള ദിവസം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. മുടക്കല്ല. പരീക്ഷ കഴിഞ്ഞ് വന്നാൽ ടയർഡായില്ലേ, അങ്ങനെയൊന്നും വേണ്ട. ഇന്ന് വർക്ക് ചെയ്യുക. ഇന്ന് വർക്ക് ചെയ്തിട്ട് നാളെ നിങ്ങൾ വർക്ക് ചെയ്യുക. നാളെ ഒരു 10 മണി 9 മണി ആകുമ്പോൾ കിടന്നു രാത്രി ഉറക്കം വെച്ചിരിക്കേണ്ട. 1 മണി 2 മണി വരെ ഒന്നും ഇരിക്കേണ്ട നാളെ ദിവസം. ഓക്കെ, നാളെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം നാളെ കഴിഞ്ഞ്. സോ അതുകൊണ്ട് വേണ്ടി എന്ത് ചെയ്യാം, നാളെ നേരത്തെ കയറി കിടന്നുറങ്ങും കേട്ടോ. അതുപോലെ തണുത്ത വെള്ളം നാളെ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് മുമ്പ് കുടിക്കുക. ഓക്കെ, തണുത്ത വെള്ളം ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കുക. ഓക്കെ, അപ്പം മക്കളെ, ഇപ്പം പേപ്പർ 3 എഴുതണമെന്ന് ചോദിച്ചവരുടെ എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ കിട്ടിയില്ലേ? അപ്പൊ മക്കളെ നമുക്ക് ഇനി ആ പേപ്പർ 3 കഴിഞ്ഞിട്ട് കാണാം. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു അടിപൊളി കാര്യം കേട്ടോ. ഓക്കെ, 6-ാം തീയതി അല്ലെ 7-ാം തീയതി നമുക്ക് അടിപൊളി സാധനം തരാം. ഓക്കെ, ഓക്കെ മക്കളെ, ബൈ. പോയിരുന്ന് പഠിക്കട്ടോ.